സംസ്ഥാനത്ത് ഇന്ന് രണ്ടിടങ്ങളിലായി ഒഴുക്കിൽപ്പെട്ട് 5 പേർക്കാണ് ജീവൻ നഷ്ടമായത്. കാസർഗോഡ് എരിഞ്ഞിപ്പുഴയിൽ അമ്മയ്ക്കൊപ്പം കുളിക്കാൻ ഇറങ്ങിയ 3 വിദ്യാർത്ഥികളാണ് മുങ്ങി മരിച്ചത്. കണ്ണൂർ വള്ളിത്തോട് ചരൽപ്പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയ 2 പേർ അപകടത്തിൽപ്പെട്ടു. മുന്നറിയിപ്പ് ബോർഡുകൾ അവഗണിച്ച് പുഴയിൽ ഇറങ്ങുന്നത് വർദ്ധിക്കുന്നതാണ് പലയിടത്തും അപകടമുണ്ടാക്കുന്നത്. സംസ്ഥാനത്ത് നദികളിൽ ഇന്ന് മാത്രം നടന്ന അപകടങ്ങളിൽ മരണം 5. രണ്ടിടങ്ങളിലും കുട്ടികൾക്ക് മുന്നറിയിപ്പ് നൽകേണ്ട, ജാഗ്രത പാലിക്കേണ്ട മുതിർന്നയാളുകളും കൂടെ ഉണ്ടായിരുന്നു. സർക്കാർ സംവിധാനങ്ങൾ എത്ര ബോധവൽക്കരണം നടത്തിയിട്ടും ഇതൊന്നും നടപ്പിലാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാസർഗോഡ് എരഞ്ഞിപ്പുഴയിൽ ഉച്ചയ്ക്ക് 2:30 നാടിനു നടുക്കിയ അപകടം. മരിച്ച റിയാസിന്റെ മാതാവിനൊപ്പമാണ് 3 പേരും പുഴയിൽ കുളിക്കാനെത്തിയത്. ഇതിനിടെ 3 പേരും ഒരേ സമയം ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഇത് കണ്ട റിയാസിന്റെ മാതാവ് വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ശബ്ദം കേട്ടെത്തിയ നാട്ടുകാർ നടത്തിയ തെരച്ചിൽ ആദ്യം റിയാസിനെ കണ്ടെത്തി. ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനിടെ റിയാസ് മരിച്ചു. തുടർന്ന് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് എരഞ്ഞിപ്പുഴയിലെ അഷ്റഫിന്റെ മകൻ യാസിനെയും മഞ്ചേശ്വരം സ്വദേശി മജീദിന്റെ മകൻ സമദിനെയും കണ്ടെത്തിയത്. പുഴയിൽ നിന്ന് ഇരുവരെയും കരക്കെത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. കുറച്ച് ആഴമുണ്ട്, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ചെറിയ കലക്ക് വെള്ളം, അതുകൊണ്ട് മുങ്ങിയാൽ അടി കാണാൻ പറ്റുന്നില്ല. തന്നെ കുറച്ച് ആഴമില്ലാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല ആഴമുണ്ട്. ഇവിടെ ഒരു 3-4-5 മീറ്റർ വെള്ളം ഉണ്ടാവും. കണ്ണൂർ ചരൽപ്പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ഉണ്ടായ അപകടത്തിലാണ് വാരം സ്വദേശികളായ വിൻസെന്റ്, ആൽവിൻ എന്നിവരുടെ ജീവൻ നഷ്ടമായത്. വള്ളിത്തോടുള്ള വിൻസെന്റിന്റെ ബന്ധുവീട്ടിലെത്തിയതായിരുന്നു 9 വയസ്സുകാരൻ ആൽവിൻ. എരഞ്ഞിപ്പുഴയിൽ നീന്താനറിയാത്ത സമദിനെ മറ്റു 2 കുട്ടികളും ചേർന്ന് നീന്തൽ പഠിപ്പിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചതെന്നാണ് സൂചന. പുഴയിൽ മുന്നറിയിപ്പ് ബോർഡുകൾ ഉണ്ടായിരുന്നെങ്കിലും ആരും ജാഗ്രത പാലിക്കുന്നില്ല എന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. മുന്നറിയിപ്പ് ബോർഡൊക്കെ അവിടെ നമ്മൾ വെച്ചായിരുന്നു. ഇവിടെ പാലത്തിന് കുറച്ച് മുകളിലായിട്ട് വെച്ചായിരുന്നു. അപ്പോഴതൊന്നും കാണുന്നില്ല. ഇപ്പോൾ എങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. എരഞ്ഞിപ്പുഴയിൽ തെരച്ചിൽ നടത്തുന്നതിന് കാഴ്ചപരിമിതി ഉണ്ടായിരുന്നു. പുഴയിലെ അടിയൊഴുക്കും തടസ്സം നിന്നു. സ്കൂബ ടീം അംഗങ്ങളുടെ കുറവ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കി. നമുക്ക് വിഷൻ നല്ലോണം കുറവായിരുന്നു. അപ്പോൾ നല്ല ഉള്ളിലേക്ക് പോകുന്തോറും നല്ല ഇരുട്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നത് ഏകദേശം ഈ സമയത്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഇനിയും നമുക്കൊന്നും അടിയിൽ കാണാൻ പറ്റില്ല. അപ്പം നമുക്ക് റെസ്ക്യൂ നിർത്തിവെക്കേണ്ടി വരും. പിന്നെ നാളെ നമുക്ക് പുനരാരംഭിക്കാൻ പറ്റുള്ളൂ. അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് ജില്ലയിൽ നദീതീരങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്നും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുമെന്നും ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ. ഒരുപാട് അപകട മരണങ്ങൾ, ഈ മുങ്ങി മരണങ്ങൾ പ്രത്യേകിച്ച് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഒരു സ്റ്റെപ്പ് എടുക്കാം. ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ഇതുമാതിരിയുള്ള അപകട മേഖലയിൽ നടക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി അതിന് പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. മുങ്ങിമരണങ്ങൾ തടയാൻ സംസ്ഥാന തലത്തിൽ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കാൻ മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിക്കുമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. ഇങ്ങനെ യാദൃശ്ചികമാണ്, സംഭവങ്ങൾ കൊണ്ട് യാദൃശ്ചികമാണ്. അതിന് പരിഹാരം കാണാൻ താങ്കൾ ഇവിടെ പറഞ്ഞതുപോലെ ശ്രമങ്ങൾ ഏതെല്ലാം നിലയിൽ അത് ഫലപ്രദമാക്കാൻ കഴിയുമോ? മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. എരഞ്ഞിപ്പുഴയിലുണ്ടായ സംഭവത്തിൽ കുട്ടികൾ പുഴ നീന്തി മറികടക്കാൻ ശ്രമിച്ചതാണോ അപകട കാരണമായത് എന്നൊരു സംശയം ഉയരുന്നുണ്ട്. ഇവിടെ സ്ഥാപിച്ച മുന്നറിയിപ്പ് ബോർഡുകളൊന്നും തന്നെ കാണുന്നില്ല. എന്തായാലും ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. രജീഷ് കരിവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ.